ഹായ്, വെൽക്കം ബാക്ക് ടു ചീരാസ് വ്ലോഗ്സ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതെന്താണ് സാധനം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് കൊടപ്പന എന്ന് പറയുന്നത്. കൊടപ്പന എന്ന് പറയുന്ന സാധനമാണിത്. ഇത് പണ്ട് കാലത്തൊക്കെ നന്നായിട്ട് എല്ലാവരും മേടിച്ച് പൊടിയെടുത്ത് അതുകൊണ്ട് ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇത് അങ്ങനെയൊന്നും എവിടെയും കിട്ടാറുമില്ല, കാണാറുമില്ല. അപ്പോൾ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇത് നമുക്കിനി എങ്ങനെ അതിൽ നിന്ന് പൊടിയെടുക്കാൻ നോക്കാം. അങ്ങനെ അതിൻ്റെ ഒരു പലക എടുത്ത് അതിങ്ങനെ കത്തി കൊണ്ട് നമ്മൾ വെട്ടി കൊത്തി നുറുക്കി എടുക്കുകയാണ്. ഇങ്ങനെ കൊത്തിയിട്ട് ഇതിന്മേന്ന് ആ പലകമെന്ന് ആ പാത്തിമെന്നുള്ളത് ഫുള്ള് അങ്ങനെ വലിച്ചെടുക്കുകയാണ്. പിന്നെ അവിടുന്ന് കുറേ കൊത്തിയതിന് ശേഷം ഞാൻ വീട്ടിൽ കൊടുന്നു. വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ചെറുതാക്കി കൊത്തിയത്. എനിക്കതുകൊണ്ട് ഒന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ കൊത്തിയത് പിന്നെയും വീട്ടിൽ ഉപ്പ പിന്നെയും ചെറുതാക്കി കൊത്തി. നമ്മൾ മില്ലിൽ കൊണ്ടുപോയി ഇത് പൊടിക്കുക ചെയ്യുക. അപ്പം മില്ലിൽ കൊണ്ടുപോകുമ്പോൾ ഇത് അങ്ങനെ ചെറുതാക്കി എടുക്കണം. അങ്ങനെ അത് രാവിലെ മില്ലിൽ കൊണ്ടുപോയാണ്ട് പൊടിച്ചു കൊണ്ടുവന്നു. രാവിലെ മില്ലിൽ പോയാണ്ട് ഇത് പൊടിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ഒക്കെ പൊടിഞ്ഞ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയൊരു ചെമ്പെടുത്തിട്ട് അതിന് ചുറ്റും ഒരു കോട്ടൺ തുണി കെട്ടുക. അതിന് ചുറ്റും കോട്ടൺ തുണി കെട്ടിയിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിക്കുക. ആദ്യം തന്നെ ചെമ്പിൽ വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ കോട്ടൺ തുണി കെട്ടിയിട്ട് അതിൻ്റെ മുകൾക്ക് വരാൻ പാകത്തിൽ വെള്ളം ഒഴിക്കുക. ആ തുണിയുടെ മുകളിൽ വെള്ളം വരണം. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ നമ്മൾ അതിന്ന് എടുത്തിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ താഴേക്ക് പോകും. ഇതിങ്ങനെ ഇളകുമ്പോൾ ഇതിൻ്റെ പൊടി ഇങ്ങനെ താഴേക്ക് പോകും. ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ചണ്ടി നമ്മൾ എടുത്ത് കളയുക ചെയ്യുക. അങ്ങനെ അത്രയും ഓരോ തവണ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ചണ്ടി മാത്രം ബാക്കിയായിട്ട് പൊടിയൊക്കെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവും. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ചെയ്ത് അതിൻ്റെ ചണ്ടി നമ്മൾ എടുത്ത് ചണ്ടി എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ പൊടി താഴേക്ക് പോവും. അങ്ങനെ കുറേ നേരം ഇത് ചെയ്തിട്ടാണ് നമുക്ക് ആ പൊടി കിട്ടുക. പെട്ടെന്നൊന്നും പൊടി കിട്ടില്ല. അപ്പോൾ അതുവരെ കുറേ നേരം ഇതുപോലെ വെള്ളം ആ ചെമ്പിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ആ ചണ്ടി ബാക്കിയാക്കാം. അന്ന് കുറേ നേരം ചെയ്തത് ഒരു 15-10 കിലോൻ്റെ അടുത്തുണ്ടാവുകൊണ്ട് ഞാൻ കുറേ ചെയ്തു, ഉമ്മ കുറേ ചെയ്തു. അതിന് ശേഷം ഇങ്ങനെ ചണ്ടി വേറെ ഇത് വേറെ മാറ്റി വെച്ചു. പിന്നെ ശേഷം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ തുണി കെട്ടിയിരുന്ന തുണി നമ്മൾ മാറ്റിയിട്ട് അത് പിഴിഞ്ഞെടുത്തു. അപ്പം ആ വെള്ളം കണ്ടോ, ആ കളറ്. അപ്പോൾ ആ വെള്ളത്തിലൊക്കെ പൊടി കലങ്ങിയിട്ടുണ്ടാവും. അതിന് താഴെ പോയ പൊടി അങ്ങനെ വെള്ളത്തിൽ കലങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ അതിൻ്റെ ചണ്ടി മാത്രം ഊറ്റിയെടുത്ത് ആ വെള്ളത്തിൽ ഫുള്ള് പനയുടെ പൊടി വന്നിട്ടുണ്ടാവും. അങ്ങനെ ആ വെള്ളം നമ്മൾ ഊറാൻ വെച്ചതിന് ശേഷം ഇതുപോലെ പൊടി അടിയിൽ ആ ചെമ്പിൻ്റെ അടിയിൽ ഇതുപോലെ പൊടി ഉണ്ടാവും. അടിയിൽ ഇതുപോലെ പൊടി ഉണ്ടാവും. പിന്നെ ആ പൊടി നമ്മൾ ഒരു തുണിയിൽ കെട്ടിയിട്ട് ഇതുപോലെ വെക്കുക. അതിലത്തെ വെള്ളം ഫുള്ള് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തുണിയിൽ കെട്ടി വെക്കുന്നത്. വെള്ളം ഉണ്ടായാൽ പെട്ടെന്ന് പൊടി കേടുവരും. അപ്പം നമ്മളിതിങ്ങനെ തുണിയിലാക്കി വെച്ചിട്ട് വെയിൽ വരുമ്പോൾ ഭാഗ്യത്തിന് ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ വന്ന സമയത്ത് ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ കയറി, ഇത് വീടിൻ്റെ ടെറസാണ്. അപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ ഒരു മുണ്ട് വിരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുണി വിരിച്ചിട്ട് അതിൽ നമ്മൾ ഈ പൊടി ഇട്ട് വെക്കണം. പൊടി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് നമ്മൾ ആ തുണിയിൽ കെട്ടി വെച്ചുകൊണ്ടാണ്. എന്നിട്ട് ആ പൊടിയിൽ ഫുള്ള് നമ്മൾ കട്ട ഉടച്ച് കളയാം. നമ്മൾ അതിന്ന് ഈ പൊടി കട്ട ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് ഒടിച്ച് കളയാം. തുണിയിൽ നന്നായിട്ട് പരത്തിയിടുക, നല്ല ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം കട്ടൊക്കെ നമ്മൾ ഉടച്ച് കളഞ്ഞു. എന്നിട്ട് തുണിയിൽ നന്നായിട്ട് ഇതിങ്ങനെ പരത്തിയിട്ടാലുള്ളൂ പെട്ടെന്ന് ഉണങ്ങി കിട്ടുക. അപ്പോൾ അതിന് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പരത്തിയിടുക. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ. ഇത് വെയിൽ കൊള്ളാതിരുന്നാൽ ഒരു സ്മെല്ല് വരും. ഒരു പ്രത്യേക സ്മെല്ല് വരും. അപ്പോൾ അത് ഇല്ലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിലത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് കട്ട മാറ്റിയാണ്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല വെയിൽ കൊള്ളിക്കാം.
ഇനി നമുക്ക് ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോൻ്റെ മുകളിൽ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചിരവിയത് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ ശർക്കരയും പഞ്ചസാര ആഡ് ചെയ്തു. ശർക്കര മാത്രം ഉള്ളെങ്കിലും നമുക്ക് ചെയ്യാം, പഞ്ചസാര കൊണ്ടും ചെയ്യാം. ഇവിടെ ശർക്കരയും പഞ്ചസാരയും പകുതി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ഇട്ടു. അപ്പോൾ ശർക്കരയും പഞ്ചസാരയും തേങ്ങയും നമ്മളിട്ടിട്ട് നന്നായിട്ട് അതിലിട്ട് മിക്സ് ചെയ്തു. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. നന്നായിട്ട് വെള്ളം ഒഴിക്കുക, എത്രയും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം നമുക്ക് എത്രയും ഒഴിക്കാം കേട്ടോ, കാരണം ഇത് എത്ര വെള്ളം ഉണ്ടെങ്കിലും അടി പിടിക്കാതെ നമ്മൾ അലുവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇളക്കില്ലേ, അതുപോലെ അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും ഒഴിക്കാം, കുഴപ്പമില്ല. എത്ര വെള്ളം ഒഴിച്ചാലും അത് കൂടില്ല. വെള്ളം കുറഞ്ഞു പോകരുത്. വെള്ളം കുറഞ്ഞു പോയാൽ അത് പെട്ടെന്ന് അടി പിടിച്ചിട്ട് കേടായി പോവും. അപ്പോൾ നല്ല വെള്ളം പറഞ്ഞിട്ട് നല്ല ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. അടുപ്പിൽ വെച്ചിട്ടും തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊടിയാവുന്നതുകൊണ്ട് തീ ചൂടാവുമ്പോൾ ഇതിങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ ഈ കട്ട പിടിക്കാൻ സമ്മതിക്കാതെ നമ്മൾ നന്നായിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വേഗം അത് കട്ട പിടിക്കും. ഇപ്പോൾ ഇത് കട്ടായി വന്നിട്ടുണ്ട്, ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ അലുവക്കൊക്കെ ചെയ്യുന്ന പോലെ നിൽക്കാതെ ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിങ്ങനെ കട്ടായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് കട്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് നല്ല വെന്തിട്ടുണ്ട്, വെന്ത് കഴിഞ്ഞ് നല്ല കട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ നല്ല വേവായിട്ടുണ്ട്, നല്ല കട്ട പിടിച്ചതിങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അലുവയുടെ ഒക്കെ പോലെ ഒട്ടി പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഇനി വാങ്ങി വെക്കാം. നമ്മളിപ്പോൾ ഇത് വാങ്ങി വെച്ചു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. നല്ല ചൂടുണ്ട്, അപ്പോൾ കയ്യിലൊക്കെ ആകുമ്പോൾ പൊള്ളാതെ നോക്കുക. സെർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അത് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമ്മൾ അലുവ പോലെയൊക്കെ ആയി കിട്ടും. ഇങ്ങനെ നമുക്ക് ചെറിയ പീസാക്കി നമ്മൾ പുഡിങ്ങൊക്കെ എടുക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഏത് ഫുഡിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് ഓർഗാനിക്കായിട്ടുണ്ടായ സാധനമല്ലേ, അപ്പോൾ നല്ല ഫുഡ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടാൻ സാധ്യതയില്ല, എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി 3-4 ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഓരോ സ്റ്റെപ്പും വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.